ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ചാപ്റ്റർ ആണ് കേട്ടോ. സിൻഡ്രല എന്നാണ് ചാപ്റ്ററിന്റെ പേര്. എല്ലാവരും ഇന്നത്തെ ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതിൽ മെയിൻ ഐഡിയാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ ഫുൾ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? സിൻഡ്രല, ഹൂ ഡസ് ഓൾ ദി വർക്ക് അറ്റ് ഹോം? നിങ്ങളുടെ വീട്ടിലെ വർക്കുകളൊക്കെ ആരാണ് ചെയ്യുന്നത്? വാട്ട് കൈൻഡ് ഓഫ് വർക്ക് ഡു യു ഡു? നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് വർക്കുകളാണ് ചെയ്യുന്നത്? ഇമാജിൻ ദാറ്റ് യു ഹാവ് ടു ഡു ഓൾ ദി ഹൗസ് ഹോൾഡ് വർക്ക് അലോൺ. ഹൗ വിൽ ഇറ്റ് ബി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളാണ് എല്ലാ വർക്കുകളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലത്തെ. എങ്ങനെയായിരിക്കും അത്? Or try to think of such a girl who does all the domestic work without having proper food, clothing, etc. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാ വർക്കുകളും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ചെയ്യാണ്. വിത്തൗട്ട് പ്രോപ്പർ ഫുഡ്, ക്ലോത്തിങ്, ഫുഡ് ഇല്ല, ക്ലോത്തിങ് ഇല്ല, ഇതൊന്നും ഇല്ലാതെ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാനാണ് പറയുന്നത്. ഇമാജിൻ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് സ്റ്റോറി വായിച്ചാലോ? The Cinder Girl. Once upon a time, there was a rich man who lived happily with his wife and daughter. Once upon a time, there was a rich man. A rich man ഉണ്ടായിരുന്നു, who lived happily with his wife and daughter. One day, his wife fell sick. ഒരു ദിവസം ആളുടെ വൈഫിന് സിക്കായി. സിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അസുഖമായി അല്ലെ? When she felt that her end was drawing near, she called her only daughter near her and said, അപ്പോ ഏകദേശം അവളുടെ അമ്മ ആവും എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയപ്പോ അവളുടെ മകളിനെ, ഷി കോൾഡ് ഹർ ഡോട്ടർ, ഓൺലി ഡോട്ടർ, ഒരു മകള് തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. ഹർ ഓൺലി ഡോട്ടർ നിയർ ഹർ ആൻഡ് സെഡ്, എന്താ പറഞ്ഞത്? ഡിയർ ചൈൽഡ്, ബി ഗുഡ് ആൻഡ് പയസ് ആൻഡ് ഗോഡ് വിൽ ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യു. മോളെ, നീ എപ്പോഴും നല്ല കുട്ടിയായിരിക്കണം. അപ്പോ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും, എപ്പോഴും നിന്നെ ടേക്ക് കെയർ ചെയ്യും. I will look upon you from heaven and will be with you. എന്താ പറഞ്ഞ? ഞാന് മുകളിൽ ഇരുന്നിട്ട്, അതായത് സ്വർഗത്തിൽ ഇരുന്നിട്ട് നിന്നെ കാണുന്നുണ്ട്, എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? വാട്ട് അഡ്വൈസ് ഡിഡ് ദ ഡൈയിങ് മദർ ഗീവ് ഹർ ഡോട്ടർ? Yeah, dear child, be good and pious. The God will always take care of you. I will look upon you from heaven and will be with you. അപ്പൊ ഇതാണ് എന്ത് ചെയ്തത്? ഇതാണ് ഒരു അഡ്വൈസ് കൊടുത്തത് അല്ലെ, ഒരു ഉപദേശം കൊടുത്തത്. Then she closed her eyes forever. എന്നിട്ട് എന്താ ചെയ്തത്? അവളുടെ ഒരു ഐസ്, അവർ മരിച്ചുപോയി എന്നർത്ഥം. ക്ലോസ്ഡ് ഹെർ ഐസ് ഫോർ എവർ, എന്നേക്കുമായിട്ട് ആ കണ്ണുകൾ അടഞ്ഞു എന്നാ പറയുന്നത്. The maiden went every day to her mother's grave and wept and remained pious and good. അമ്മ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നല്ല കുട്ടിയായിട്ട് ഇരിക്കാൻ ശ്രമിച്ചു. The maiden went, എന്നും അവളുടെ അമ്മയുടെ ഗ്രേവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുഴിച്ചിട്ടില്ലേ, മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടുന്ന അവിടെ പോയിട്ട് എന്നും കരയും. When winter came, the snow covered the grave with a white covering. Then the sun came in the early spring and melted it away. Soon, Cinderella's father married again. The new wife was a proud and unkind woman. എന്താണ്? ഒരു ദിവസം when winter came, വിന്റർ സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഫുൾ ആ ഗ്രേവ് വൈറ്റ് കവറിംഗ് ആയിട്ട് മൂടും. പിന്നെ സൺ കെയിം ഏർലി ഇൻ ദ സ്പ്രിങ് ടൈമിൽ ആ ഒരു സൂര്യൻ വന്നു കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്യുകയും ചെയ്യും. എന്ത് സംഭവിച്ചു? സിൻഡ്രലാസ് ഫാദർ മാരീഡ് അഗെയിൻ. ആ ന്യൂ വൈഫ് എങ്ങനെയുള്ളതായിരുന്നു? ന്യൂ വൈഫ് വാസ് എ പ്രൗഡ് ആൻഡ് അൺകൈൻഡ് വുമൺ. ഓക്കെ, പ്രൗഡ് ആൻഡ് കൈൻഡ് വുമൺ, ഒരു ദയയില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു പുതിയ വൈഫ്. The new wife brought her 2 daughters along with her. അവൾക്ക് 2 കുട്ടി, ആ ന്യൂ വൈഫിന് 2 കുട്ടികൾ ഉണ്ടായിരുന്നു. ഇവരുടെ ഒപ്പം അവരെയും കൊണ്ടുവന്നു. Though they were beautiful and fair in appearance, at heart they were wicked and ugly.
അവര് പുറമേക്ക് അപ്പിയറൻസ് കാഴ്ചയിൽ നല്ല ഭംഗിയും നല്ല ബ്യൂട്ടിഫുളും ആയിരുന്നെങ്കിലും പക്ഷെ അവരുടെ ഹൃദയം ഭയങ്കര വിക്കഡ് ആൻഡ് അഗ്ലി ആയിരുന്നു. അതായത് തീരെ മോശമായിട്ടുള്ള ഒരു മനസ്സായിരുന്നു. ആൻഡ് ദെൻ ബിഗാൻ ദ ഈവിൽ ടൈംസ് ഫോർ ദ പുവർ ഗേൾ. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു പാവം പെൺകുട്ടി അതായത് സിൻഡ്രല്ലയ്ക്ക് ഒരു മോശം സമയമായത്. ഈസ് ദ സ്റ്റുപ്പിഡ് ക്രീച്ചർ ടു സിറ്റ് ഇൻ ദ സെയിം റൂം വിത്ത് us? ആസ്ക്ഡ് they. ഈ സ്റ്റുപ്പിഡ് ക്രീച്ചർ ഞങ്ങളുടെ കൂടെ സെയിം റൂമിലാണോ നിൽക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. Those who eat food must earn it. There is nothing but a kitchen maid. They took away her pretty dresses and forced her to put on an all grey one. അപ്പൊ ഇവള് ഒരു കിച്ചൺ മെയ്ഡ് ആണെന്നാണ് എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചു. ദേ ടുക്ക് അവളുടെ നല്ല ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് പഴയ ഓൾഡ് ഗ്രേ ഡ്രസ്സുകൾ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ദേ ഓൾസോ ഗേവ് ഹർ വുഡൻ ഷൂസ് ടു വിയർ. എന്ത് ഷൂസ് ആണ് കൊടുത്തത്? വുഡൻ ഷൂസ് ആണ് അവൾക്ക് കൊടുത്തത്. Okay, wooden shoes to wear. The stepsisters laughed at her and sent her to the kitchen. അവരെന്താ ചെയ്തേ? സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ അമ്മയുടെ മക്കള്. അവര് ഇവനെ കളിയാക്കി ചിരിച്ചു, എന്നിട്ട് കിച്ചണിലോട്ട് അയച്ചു. There she was made to do heavy work from morning to night, get up in the morning, draw water, make the fire, cook and wash. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവൾക്ക് ഉണ്ടായിരുന്നത്? എന്തൊക്കെ ജോലികളായിരുന്നു? മോർണിംഗ് ടു നൈറ്റ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾക്ക് ഹെവി ഡ്യൂട്ടി ആയിരുന്നു. എന്തൊക്കെയാണ്? ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, രാവിലെ നേരത്തെ തന്നെ എണീക്കണം. ഡ്രോ വാട്ടർ, വെള്ളം കോരണം. ആൻഡ് മേക്ക് ദ ഫയർ, അതായത് തീ കത്തിക്കണം. കുക്ക് ചെയ്യണം, വാഷ് ചെയ്യണം. ഇതൊക്കെ ആയിരുന്നു അവളുടെ ജോലി ആ കിച്ചണിൽ, ആ വീട്ടിൽ. ഇൻ ദ ഈവനിങ്സ് she was quite tired after the day's hard work. എന്താണ്? ആ വൈകുന്നേരങ്ങൾ അവൾ ആകെ ക്ഷീണിച്ചിരുന്നു. ആ രാവിലത്തെ ആ ഒരു അധ്വാനം കാരണം ക്ഷീണിച്ചിരുന്നു. As she had no bed to lie upon, she had to rest on the hearth among the cinders. അപ്പോൾ ഇൻ ദ ഈവനിങ് ടൈം അവൾക്ക് ബെഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവള് സിൻഡേഴ്സിന്റെ ഒപ്പമായിരുന്നു അവര് റെസ്റ്റ് ചെയ്തിരുന്നത്. She always looked dusty and dirty as she slept in the cinders. സിൻഡേഴ്സിന്റെ ഒപ്പം കഴിഞ്ഞതുകൊണ്ട് അവള് ഭയങ്കര ഡേർട്ടി ആയിരുന്നു. നല്ല എന്താ പറയാ, ഡേർട്ടി ആയിരുന്നു, ഡസ്റ്റി ആയിരുന്നു. ആകെ പൊടി പിടിച്ച് ആകെ ചളിയൊക്കെ പിടിച്ചിട്ടുള്ളതായിരുന്നു. So they named her Cinderella. സിൻഡേഴ്സിന്റെ ഒപ്പം കിടന്ന കാരണം തന്നെ they named her Cinderella. Okay. The magic begins. One day, the young prince of the land invited all the young girls of the kingdom to a ball, planning to choose his princess among them. അപ്പൊ അവിടുത്തെ ഒരു രാജകുമാരൻ, യങ് പ്രിൻസ്, ഇൻവൈറ്റ് ചെയ്തു ആരനൊക്കെ? അവിടെ ആ നാട്ടിലുള്ള എല്ലാ യങ് ആയിട്ടുള്ള ഗേൾസിനെയും ടു എ ബോൾ, ഒരു ഡാൻസിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ക്ഷണിച്ചത്? പ്ലാനിങ് ടു ചൂസ് ഹിസ് പ്രിൻസസ് ഫ്രം എമംഗ്സ് ദം. അവിടുന്ന് ആ ഒരു പ്രിൻസസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സിൻഡ്രല്ല സിസ്റ്റേഴ്സ് were delighted on hearing this invitation. സിൻഡ്രല്ലയുടെ സിസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര സന്തോഷിച്ചു ഇത് ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ. They selected the best gowns, their dressed their hairs. അവരെ ബെസ്റ്റ് ഗൗൺസ് എടുത്തിട്ടു. അതുപോലെ തന്നെ അവളുടെ മുടിയൊക്കെ കെട്ടി നന്നായിട്ട് ഡ്രസ് ചെയ്തു. But they were not taking Cinderella with them. പക്ഷെ അവര് സിൻഡ്രല്ലേനെ അവരൊപ്പം കൂട്ടിയില്ല. You can go when beggars hold a ball. അപ്പോ അവരെന്താ പറഞ്ഞത്? നീയൊക്കെ വേണമെങ്കിൽ ബെഗേഴ്സ് ഒരു ബോൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ട് പോയിക്കോ എന്നാണ് അവര് പറഞ്ഞത്. Comb our hair, brush our shoes and make our buckles fast. We are going to the prince's ball. അപ്പോൾ നീ വേഗം ഞങ്ങളുടെ മുടിയൊക്കെ കെട്ടിത്താ,
അതുപോലെ തന്നെ ബ്രഷ് ആ ഷൂസ് ഒക്കെ ബ്രഷ് ചെയ്തതായോ അതുപോലെ തന്നെ ബക്കിൾസ് ഒക്കെ ഒന്ന് മേക്ക് ചെയ്യേ ഞങ്ങള് എന്താ ചെയ്യുന്നത് പ്രിൻസസിന്റെ ബോളിലേക്ക് പോവുകയാണ് പ്രിൻസിന്റെ ബോളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു പ്രിൻസസ് മീൻസ് പ്രിൻസ് അപ്പോസ്ട്രോഫി യെസ് ഓക്കെ when she heard this Cinderella could not help crying for she too liked to go to the party സിൻഡ്രലയ്ക്ക് ഭയങ്കര വിഷമായി എന്താണ് സിൻഡ്രലയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പോവാനായിട്ട് പാർട്ടിക്ക് പോവാനായിട്ട് ഷി begged her step sister to take her along അവള് അവളുടെ സ്റ്റെപ്പ് മദർ അതായത് രണ്ടാനമ്മയോട് കെഞ്ചി യാചിച്ചു ചോദിച്ചു what you Cinderella in all your dust and dirt you want to go to the ball you have no dress no shoes you want to dance അവളെല്ലാം ഇവളെ കളിയാക്കി എന്താ പറയുന്നേ നീ ഈ ഡസ്റ്റും ഡേർട്ടിയുള്ളൊക്കെ നീയാണോ ബോളിന് പോണത് അതുപോലെ തന്നെ യു ഹാവ് നോ ഡ്രസ് നിനക്ക് ഷൂസ് ഇല്ല യു ഹാവ് നോ ഡ്രസ് നോ ഷൂസ് നിനക്ക് എന്നിട്ട് ഡാൻസ് കളിക്കണമെന്നൊക്കെ ചോദിച്ചു She turned her back to the Cinderella and hurriedly set out with her two proud daughters. എന്നിട്ട് എന്താ ചെയ്തേ അവള് സിൻഡ്രല്ലയുടെ നേരെ തിരിഞ്ഞു എന്നിട്ട് ഇവരെ ഈ രണ്ട് പ്രൗഡ് ഡോട്ടേഴ്സിനായിട്ട് പോവാൻ വേണ്ടി നിന്നു when Cinderella lost sight of them she felt very sad Cinderella became very sad she started crying കരയാൻ തുടങ്ങി tears rolled down her cheeks tears അതായത് കണ്ണീരിങ്ങനെ ഒലിക്കാൻ തുടങ്ങി കവളിലൂടെ she thought of her own mother if my mother had been alive she would have sent me to the ball എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ എന്നെ ഈ ഒരു പാർട്ടിക്ക് വിടുമായിരുന്നു എന്നാണ് പറയുന്നത് suddenly she heard a voice you will certainly go to the ball I am your fairy mother Cinderella turned around പെട്ടെന്ന് അവളൊരു സൗണ്ട് ഷി ഹേർഡ് എ വോയിസ് നീ എന്തായാലും പോവും ഐ ആം യുവർ ഫെയറി മദർ സിൻഡ്രല്ല ടേൺഡ് അറൗണ്ട് അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കി ഷീ സോ എ ഫെയറി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ അവളൊരു ഫെയറിനെ അവളുടെ മുന്നിൽ കണ്ടു ഐ ആം ദ ക്വീൻ ഓഫ് ഫെയറീസ് ഷി സെഡ് ഞാൻ ഈ ഫെയറീസിന്റെ ക്വീൻ ആണ് എന്ന് പറഞ്ഞു ഐ വിൽ സെൻഡ് യു ടു ദ ബോൾ ഞാൻ എന്തായാലും നിന്നെ പാർട്ടിക്ക് വിടും Well, said her godmother, be a good girl and I will contrive that you shall go. നീ ഒരു നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞു. She went with Cinderella into her chamber and told her, run into garden and bring me a pumpkin. അവള് സിൻഡ്രല്ലയുടെ അടുത്ത് പറഞ്ഞു എന്താ പറഞ്ഞത് റൺ ഇൻ ടു ദ ഗാർഡൻ നീ വേഗം പോയിട്ട് ഗാർഡനിലോട്ട് പോയിട്ട് ബ്രിങ് മീ എ പംകിൻ ഒരു പംകിൻ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു Cinderella went immediately to gather the finest pumpkin she could and brought her to the godmother. സിൻഡ്രല്ല വേഗം പോയിട്ട് ഒരു പംകിൻ എടുത്ത് കൊണ്ടുവന്നു എന്നിട്ട് അവളുടെ ഗോഡ് മദറിന് കൊടുത്തു She could not imagine how this pumpkin could help her to go to the ball. എങ്ങനെയാണ് ഈ ഒരു പംകിൻ കൊണ്ട് ബോളിലേക്ക് അതായത് ബോളിന് വേണ്ടിയിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പോവാൻ സഹായിക്കുക എന്നുള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു സഡൻ ദ ഫെയറി വേവ് ദ മാജിക് വാൻഡ് ഓവർ ദി പംകിൻ പംകിന്റെ മേലേക്ക് ആ ഒരു മാജിക് ഇതുണ്ടല്ലോ അത് ഫെയറിയുടെ കയ്യിൽ എപ്പോഴും മാജിക്കിന്റെ ഒരു വടി ഉണ്ടാവില്ലേ അപ്പൊ അതൊന്ന് പംകിന്റെ മുകളിലേക്ക് ഒന്ന് വേവ് ചെയ്തു Suddenly the pumpkin changed into a red coach. Then fairy said, you will travel in this coach to the palace, but we must have horses to draw it. പെട്ടെന്ന് ആ ഒരു പംകിൻ ഒരു റെഡ് കോച്ചായിട്ട് മാറി ഫെയറി എന്താ പറഞ്ഞത് യു വിൽ ട്രാവൽ ഇൻ ദിസ് കോച്ച് ടു ദ പാലസ് നീ ഈ കോച്ചിലായിരിക്കും പാലസ് വരെ എത്തുക ബട്ട് വി മസ്റ്റ് ഹാവ് ഹോഴ്സസ് ടു ഡ്രോ ഇറ്റ് പക്ഷേ നമുക്ക് എന്താ വേണ്ടത് ഹോഴ്സസ് വേണം അല്ലെ പോവാനായിട്ട് കോച്ച് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല there is a mouse trap in the backyard of your house നിന്റെ വീടിന്റെ ബാക്കിൽ ഒരു റാറ്റ് ട്രാപ്പ് ഉണ്ട് മൗസ് ട്രാപ്പ് എലിക്കണി അതെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു Bring it to me. Cinderella went out and brought the mouse trap. Mouse trap എടുത്തു കൊടുന്നു. There were 6 mice in it. 6 mice, 6 rats ഉണ്ടായിരുന്നു. The fairy waved the magic wand over it and all the mice were turned into 6 white horses. അപ്പോൾ വീണ്ടും ഫെയറി ആ ഒരു മാജിക് വാൻഡ്
ഒന്ന് വേവ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാ മൈസും ആറ് മൈസും 6 വൈറ്റ് ഹോഴ്സസ് ആയിട്ട് മാറി. Looking at the coach and the horses, Fairy said, "Now you have a coach to travel in and 6 horses to draw it." Coach ready ആയിട്ടുണ്ട്, 6 ഹോഴ്സസും റെഡി ആയിട്ടുണ്ട്. But we haven't any footmen. Go again the garden and you will find 6 lizards behind the watering pot. അപ്പൊ 6 പല്ലികള് ഉണ്ടാവും. അപ്പൊ അതെടുത്ത് വരാൻ പറഞ്ഞു. അവരിനെ എടുത്ത് വരാൻ പറഞ്ഞു. Bring them. When Cinderella brought the lizards, the fairy changed into footmen. Fairy Cinderella ലിസാർഡിനെ കൊണ്ടുവന്നപ്പോൾ footmen ready ആയി. ലിസാർഡ്സ് ഒക്കെ footmen ആയിട്ട് മാറി. The footmen bowed at her. അവരെല്ലാവരും എന്ത് ചെയ്തു? വണങ്ങി. Bowed at her. They wore blue and yellow clothes. അപ്പൊ അവരുടെ വേഷം എന്തായിരുന്നു? Blue and yellow clothes. Cinderella was very happy to see them. സിൻഡ്രല്ലയ്ക്ക് ഭയങ്കര സന്തോഷായി. But she became sad when she looked at her clothes. But I cannot go in these rags. പക്ഷെ അവൾക്ക് വീണ്ടും സങ്കടമായി. എന്താണ്? അവളുടെ ഡ്രസ്സ് നോക്കിയപ്പോൾ അവൾക്ക് വീണ്ടും സങ്കടം വന്നു. എന്തുകൊണ്ടായിരിക്കും? She could not go in the rags. I will give you wonderful clothes. അപ്പൊ ഫെയറി എന്താ പറഞ്ഞ? ഞാൻ നിനക്ക് നല്ല അടിപൊളി വണ്ടർഫുൾ ആയിട്ടുള്ള കുറച്ച് ക്ലോത്ത്സ് തരാം. The fairy touched Cinderella with her magic wand. Magic wand കൊണ്ട് വീണ്ടും ടച്ച് ചെയ്തു. എന്താണ്? Her rags changed into beautiful clothes of silk and gold. അവളുടെ ആ റാഗ്സ്, ആ ഡ്രസ്സ് എന്തായിട്ട് മാറി? നല്ല ഭംഗിയുള്ള സിൽക്കും ഗോൾഡും കൊണ്ട് നിറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലോത്ത്സ് ആയിട്ട് മാറി. There were diamonds in her hand and she wore 2 pretty glass shoes. അപ്പൊ എന്താണ്? ആ ഡയമണ്ട്സും ഗ്ലാസ് ഷൂസ് ഒക്കെ അവൾക്ക് കിട്ടി. Then Fairy said, "You can go now. You can go to the ball now." നിനക്ക് ഇപ്പൊ തന്നെ ബോളിലോട്ട് പോവാം, അതായത് പാർട്ടിക്ക് പോവാം. But remember, the magic ends at 12 o'clock. പക്ഷേ നീ ഒന്ന് ഓർക്കണം, 12 മണി വരെയാണ് ഇതിന് ടൈം ഉള്ളൂ. You must return home before that time. ആ ടൈം കൊണ്ട് നീ വീട്ടിലേക്ക് തിരിച്ചു വരണം. അടുത്തത് ബോൾ ആണ്. The ball. Cinderella went to the ball dressed in wonderful clothes. She rode in the red coach. അപ്പോ സിൻഡ്രല്ല ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവാണ്. She rode in red coach. റെഡ് കോച്ചിൽ 6 footmen waited on her in the ballroom. She looked like a princess. ബോൾറൂമിൽ അവളൊരു പ്രിൻസസിനെ പോലെയായിരുന്നു അല്ലെ? ആ ഒരു ഗോൾഡൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. Nothing was then heard but a confused noise. How beautiful she is. How beautiful she is. എല്ലാവരും ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്ത് ഭംഗിയാണ്. The prince noticed her at once. He danced only with her. ആ ഒരു പ്രിൻസ് ഇവളുടെ ഒപ്പം മാത്രമാണ് ഡാൻസ് ചെയ്തുള്ളൂ. Her sisters were now jealous of her. അവളുടെ സിസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര അസൂയായി മാറി. But they did not recognize Cinderella. സിൻഡ്രല്ലയാണ് എന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. She went on dancing and forgot about the time. കുറേ നേരം ഡാൻസ് ചെയ്തു, അവളുടെ സമയം പോയത് അറിഞ്ഞില്ല. Then the clock started to strike 12. 12 o'clock വരെയായിരുന്നു സമയം അല്ലേ? അപ്പോൾ ക്ലോക്ക് 12 അടിച്ചു. എന്താ സംഭവിച്ചത്? She now remembered the words of the fairy. ഫെയറിയുടെ വാക്കുകൾ അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. She bowed to the prince and ran quickly out of the ballroom. ബോൾറൂമിന്റെ പുറത്തേക്ക് ഓടണം. ran quickly, പെട്ടെന്ന് തന്നെ ഓടിപ്പോയി. Arriving home, she ran to seek out her godmothers to tell everything that had happened to the ball. At the ball. ബോളിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവള് പറയാനായിട്ട് ഓടിപ്പോവാൻ തുടങ്ങി. ആ ഒരു ഗോഡ് മദറിനോട് പറയാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി. She said that she heartily wished she could go to the ball the next day as well, because the prince had invited her. വീണ്ടും നാളെ പോവാൻ വേണ്ടിയിട്ട് അവൾക്ക് വിഷ് ഉണ്ടായിരുന്നു. ഹാർട്ട്ലി വിഷ്, അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. Then her 2 sisters knocked at the door. Cinderella ran and opened the door. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു നോക്ക് കേട്ടു. സിസ്റ്റേഴ്സ് knocked the door. Cinderella opened the door. You stayed such a long time.
She cried, gasping, rubbing her eyes and stretching herself as if she had been sleeping. അവള് ഉറങ്ങുന്ന പോലെ അഭിനയിച്ചു. If you had been at the ball, said one of the sisters, you would not have been tired with it. The finest princess was there, the most beautiful what mortal eyes have never seen. അപ്പോൾ അവളെന്താ പറയുന്നത്, ആ സിസ്റ്റേഴ്സ് എന്താ പറഞ്ഞത്, നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഫൈനസ്റ്റ് പ്രിൻസസിനെ കാണായിരുന്നു എന്ന് പറഞ്ഞു. സിൻഡ്രല്ല seemed very indifferent to what they said. അവൾക്കൊന്നും മനസ്സിലാവാത്ത പോലെ അവൾ അഭിനയിച്ചു. Indeed, she asked them the name of the princess, but they told they did not know. അവള് പേരൊക്കെ ചോദിച്ചു, പേര് അവർക്ക് അറിയില്ലായിരുന്നു. Cinderella smilingly replied, she must be the most beautiful, the very beautiful indeed. How happy you have been. Could not I see her? Ah, dear sister, do lend me your yellow dress, which you wear every day. Yes, to be sure. Lend my clothes to such a dirty cinder as you are. I should be such a fool. Entire family burst into laughter. അപ്പം എന്താ പറയുന്നത്, നിന്റെ ആ യെല്ലോ ഡ്രസ് ഒന്ന് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അവളെ കളിയാക്കാണ് സിസ്റ്റേഴ്സ് ചെയ്തത് അല്ലെ. The next day, the two sisters were at the ball and so was Cinderella dressed too. Even more magnificently than before. വീണ്ടും പിറ്റേ ദിവസം ബോളിലേക്ക് പോയി രണ്ട് സിസ്റ്റേഴ്സും. സിൻഡ്രലയും അടിപൊളിയായിട്ട് മാഗ്നിഫിഷ്യന്റ് ആയിട്ട് ഡ്രസ്ഡ്, ഈവൻ മുന്നത്തെക്കാട്ടിയും മാഗ്നിഫിഷ്യന്റ് ആയിട്ട് ഡ്രസ് ചെയ്തിട്ട് ബോളിലേക്ക് പോയി. The prince was always by her side and never ceased to give his compliments and kind words to her. എപ്പോഴും ഈ പ്രിൻസ് സിൻഡ്രലയുടെ ഒപ്പമായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കോംപ്ലിമെന്റ്സും നല്ല അടിപൊളി കൈൻഡ് വേർഡ്സ് ഒക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. സിൻഡ്രല forgot about the time. ടൈം കൊണ്ട് വീണ്ടും മറന്നുപോയി. 12 മണി വരെ ടൈമുള്ളൂ. She thought that it was no later than 11 and she counted the clock striking 12. പക്ഷെ 12 മണി ആയത് അവൾ അറിഞ്ഞില്ല. She jumped and fled as nimble as a deer. In her hurry, she left one of her glass shoes in the ballroom. അവള് അവിടുന്ന് ചാടി എണീറ്റ് ഓടി. പക്ഷെ അവളുടെ ഹറിയിൽ, അവളുടെ ആ തിരക്കില് അവളുടെ ആ ഒരു ഗ്ലാസ് ഷൂ അവിടെ വീണുപോയി. As she reached the coach, she heard the last ding dong. Suddenly the coach became a pumpkin, the horse turned into a mice, and the footmen into green lizards. Her clothes become all rags again. അപ്പോ പെട്ടെന്ന് തന്നെ ലാസ്റ്റ് ഡിങ് ഡോങ് എത്തിയപ്പോഴത്തേനും എന്താ സംഭവിച്ചേ, ആ കോച്ച് പംകിൻ ആയിട്ട് മാറി, ഹോഴ്സ് മൈസ് ആയിട്ട് മാറി, ഫുട്മെൻ ലിസാർഡ് ആയിട്ട് മാറി, ക്ലോത്ത്സ് പഴയ ഓൾഡ് റാഗ്സ് ആയിട്ട് മാറി. But one shoe on her foot was unchanged. She reached home before her sisters arrived, so they did not know about her going to the ball. അവള് വേഗം വീട്ടിലെത്തി. The prince became very sad when Cinderella left him. പ്രിൻസിനൊക്കെ ഭയങ്കര വിഷമായി Cinderella പോയപ്പോ. His servants brought him the glass shoe that Cinderella had left in the room. സിൻഡ്രല്ലയുടെ ഒരു ഷൂ അവൾ ബോൾ റൂമിൽ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് പ്രിൻസിന് കൊണ്ടുപോയി കൊടുത്തു. He wanted to find out the beautiful girl who had danced with him. ഈ ഒരു ഷൂ അതായത് he wanted to find ആരാണ് തന്റെ കൂടെ ഡാൻസ് കളിച്ചത് എന്ന് അവനക്ക് അറിയണമായിരുന്നു. The next day he sent messengers to announce that prince would visit every home to find out the lady. അടുത്ത ദിവസം തന്നെ മെസ്സഞ്ചേഴ്സിനൊക്കെ വരാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പ്രിൻസ് വുഡ് വിസിറ്റ് എല്ലാ വീട്ടിലെയും ആ ഒരു പെൺകുട്ടികളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. This news excited the ladies. The two stepsisters were very glad because they had pretty feet. അപ്പൊ അവര് രണ്ട് സിസ്റ്റേഴ്സും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം എന്താ, എല്ലാവരുടെയും അവരവരുടെ ബെസ്റ്റ് ക്ലോത്ത്സ് ഒക്കെ എടുത്തിട്ടു. ആൻഡ് വെയിറ്റഡ് ഫോർ ദ പ്രിൻസ്. പ്രിൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ബട്ട് സിൻഡ്രല്ല ഡിഡ് നോട്ട് ഹാവ് എനി ഗുഡ് ക്ലോത്ത്സ്. പക്ഷെ സിൻഡ്രല്ലയ്ക്ക് ഒരു ഗുഡ് ക്ലോത്ത്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. ദ പ്രിൻസ് വിസിറ്റഡ് എവറി ഹൗസ്. പ്രിൻസ് എല്ലാ വീടുകളും
വിസിറ്റ് ചെയ്തു. He invited girls to try on the shoes. ഷൂസ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഗേൾസിനെയും ഇൻവൈറ്റ് ചെയ്തു. സിൻഡ്രല ഹാഡ് ലെഫ്റ്റ് ഇൻ ദ ബോൾ റൂം. സിൻഡ്രല ബോൾ റൂമിൽ മറന്നു വെച്ച, അതായത് കാലിൽ നിന്ന് ഊരിപ്പോയിട്ടുള്ള ആ ഷൂവിന്റെ ബാക്കി എല്ലാ ഗേൾസിന്റെയും കാലിലിട്ട് നോക്കി. ദ ഗേൾസ് ട്രൈഡ് ഇറ്റ് ഓൺ ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് എനി ഓഫ് ദം. ആർക്കും ആ ഒരു ഷൂ ഫിറ്റ് ആയില്ല. ഫൈനലി ദ പ്രിൻസ് റീച്ച് സിൻഡ്രലാസ് ഹൗസ്. അവസാനം സിൻഡ്രലയുടെ വീട്ടിലും എത്തി. The eldest stepsister went to her room to try the shoe and her mother stood by. ആദ്യം തന്നെ ഏറ്റവും മൂത്ത ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവള് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് ഹെർ ബിഗ് ടോ ഇൻ ടു ഹിറ്റ് ഫോർ ദ ഷൂ വാസ് വെരി സ്മോൾ. ഷൂ ഭയങ്കര സ്മോൾ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവളുടെ കാലിന് അത് പാകായില്ല. Then her mother handed her a knife and said, cut the toe off, for when you are a queen, you'll never have to go on foot. അപ്പൊ എന്താ പറഞ്ഞ അമ്മ? കട്ട് ഓഫ്, ആ ഒരു ഭാഗം കട്ട് ചെയ്യാൻ പറഞ്ഞു. So the girl cut off her toe, squeezed her foot into the shoe. She concealed her pain and went to the prince. The prince looked at her shoe and saw blood flowing under it. അപ്പോൾ അവളുടെ ആ ഒരു വേദനയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവൾ ആ ഷൂ എടുത്തിട്ട് ഇടാൻ തുടങ്ങി. പ്രിൻസ് നോക്കി. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. പ്രിൻസിന് ആകെ ദേഷ്യം വന്നു. നീയല്ല യഥാർത്ഥ ബ്രൈഡ് എന്ന് പറഞ്ഞു. Then the other sister tried the shoe. അടുത്ത സിസ്റ്ററും ഇതേപോലെ ട്രൈ ചെയ്തു. എന്താ സംഭവിച്ചത്? അവളുടെ ഹീല് ഭയങ്കര ലാർജ് ആയിരുന്നു. അപ്പോൾ കട്ട് എ പീസ് ഓഫ് യുവർ ഹീൽ. വീണ്ടും കട്ട് ചെയ്യാൻ പറഞ്ഞു. കട്ട് ചെയ്ത് ഷൂ ഇട്ട് നോക്കിയപ്പോൾ യു ആർ ഓൾസോ നോട്ട് ദ ബ്രൈഡ്. ദെൻ സിൻഡ്രല കെയിം ഫോർവേഡ്. ലെറ്റ് മീ ട്രൈ ഇറ്റ്. സിൻഡ്രല വന്നിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ഹെർ സിസ്റ്റേഴ്സ് laughed at her. Clear out of here. How dare you come here in these dirty rags, you ugly creature, they said. But the prince asked her to try the shoe. പക്ഷേ പ്രിൻസ് എന്താ പറഞ്ഞത്? നീ ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. ഷൂ ഒന്ന് ഇട്ട് നോക്ക് എന്ന് പറഞ്ഞു. I have seen you somewhere, but I cannot remember where. ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് എവിടെയാണെന്ന് ഓർമ്മ കിട്ടണില്ല എന്ന് പ്രിൻസ് പറഞ്ഞു. Cinderella put her left foot into the shoe and it fitted her perfectly. അപ്പോൾ സിൻഡ്രല ആ ഒരു ഷൂ ഇട്ട് നോക്കിയപ്പോൾ അത് പെർഫെക്റ്റ് ആയിരുന്നു, ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. Everybody was astonished. എല്ലാവർക്കും ഭയങ്കര ആശ്ചര്യം തോന്നി. She then pulled out the other shoe from her pocket and put it on the right foot. അവള് അടുത്ത ഷൂ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് റൈറ്റ് ഫൂട്ടിൽ ഇട്ടു. Just then the fairy appeared and touched her with the magic wand. പെട്ടെന്ന് തന്നെ ഫെയറി വന്നിട്ട് അവളുടെ മാജിക് വാൻഡ് കൊണ്ട് തൊട്ടു, ടച്ച് ചെയ്തു. In a moment her rags changed into clothes of silk and gold. വീണ്ടും ആ ഒരു റാഗ്സ്, അഗ്ലി ഡ്രസ്സ് സിൽക്കും ഗോൾഡും ഉള്ള ഒരു ക്ലോത്ത് ആയിട്ട് മാറി. The prince danced with joy and cried. പ്രിൻസ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. This is the right bride. ഇതാണ് റൈറ്റ് ബ്രൈഡ്. The shoes are fit for her. ഷൂസ് അവൾക്ക് ഫിറ്റ് ആണ്. ഷീ ഇസ് എ റൈറ്റ് ബ്രൈഡ് ആഫ്റ്റർ ഓൾ. ഇവളാണ് യഥാർത്ഥ ബ്രൈഡ് എന്ന് പറഞ്ഞു. ഷീ സെഡ് ടു സിൻഡ്രല്ല, യു ആർ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ കൺട്രി. ഐ വിൽ മേക്ക് യു മൈ ബ്രൈഡ്. നീയാണ് ഈ കൺട്രിയിൽ, രാജ്യത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗേൾ. ഐ വിൽ മേക്ക് യു മൈ ബ്രൈഡ് എന്ന് പ്രിൻസ് പറഞ്ഞു. ദ പ്രിൻസ് മാരീഡ് ഹെർ ആൻഡ് ടുക്ക് ഹെർ ടു ദ പാലസ്. Cinderella pardoned her sisters and took them to the palace. They lived there happily. അപ്പോൾ സിൻഡ്രല അവളുടെ സിസ്റ്റേഴ്സിനോടൊക്കെ ക്ഷമിച്ചു, എന്നിട്ട് അവരെയും പാലസിലോട്ട് കൊണ്ടുപോയി. അവിടെ അവര് സന്തോഷത്തോടെ ജീവിച്ചു. അപ്പൊ ഇതാണ് സ്റ്റോറി. അപ്പോൾ ഇതില് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്